അപ്പോൾ നമ്മൾ 3യുടെ ഡിവിസിബിലിറ്റി റൂളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു സംഖ്യ തരികയാണ്. ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് നോക്കിയിട്ട് പറയണം. അപ്പൊ എങ്ങനെയാണ് അത് പറയുക എന്ന് സാറ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഡിവിസിബിലിറ്റി റൂൾ ഫോർ 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ നോട്ട്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. സാറി തന്നിട്ടുള്ള സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പറയണം. 3ന്റെ ഗുണന പട്ടികയിൽ ഇത് വരുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം, ഒരു 10 3 നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ലല്ലോ. പക്ഷെ നമുക്ക് എങ്ങനെ നോക്കാം എന്ന് സാറൊന്ന് പറയുന്നു. കേട്ടോ, എടാ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സംഖ്യ ഏതാ? 11,097 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ നോക്കണം. അപ്പൊ ഇത്രേ പണിയുള്ളൂ. നിങ്ങൾ ഈ അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക. 11,097 അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക. ആ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അത് 3ന്റെ ഗുണിതമാണെങ്കിൽ മക്കളെ ഈ സംഖ്യയും 3ന്റെ ഗുണിതമായിരിക്കും. എങ്ങനെയാണ്? അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക. അക്കങ്ങളൊക്കെ കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ ഈ സംഖ്യയും 3ന്റെ ഗുണിതമാവും. ഇവിടെ നോക്കിയാൽ ഒരു സാമ്പിൾ അടിച്ചാലും നോക്കും. 1 കൂട്ടണം 1 എത്രയാണ്? 2. 2 കൂടെ 9 കൂട്ടി എത്രയാണ്? 11. 11 കൂടെ 7 കൂട്ടി എത്ര മക്കളെ? 18. മക്കളെ 18 എന്നാണ് ഇതിലെ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ കിട്ടുക. ഈ 18 3ന്റെ മൾട്ടിപ്പിൾ ആണോ ഗുണിതമാണോ? ആണല്ലോ. എത്ര 3 18? 6 3 18 ആണ്. 18 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മക്കളെ നമുക്ക് പറയാം 11,097 11,097 3ന്റെ എന്താണ്? ഗുണനമാണ്, മൾട്ടിപ്പിൾ ആണ്. മനസ്സിലായോ? ഒന്നും കൂടി ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ കണക്ക് സാർ ഇവിടെ ഉണ്ട്. 88,432 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കണം. നോക്കാം, അക്കങ്ങളൊക്കെ കൂട്ടി നോക്കാം. 8 8 കൂട്ടിയപ്പോ എത്രയാണ്? 16. 16 കൂടെ 4 കൂട്ടിയപ്പോ എത്രയാണ്? 20. 20 കൂടെ 3 കൂട്ടിയപ്പോ എത്രയാണ്? 23. 23 കൂടെ 2 കൂട്ടി എത്ര കിട്ടും മക്കളെ? 25. എടോ 25 3ന്റെ പട്ടികയിലുണ്ടോ? അല്ലെങ്കിൽ 25ന്റെ 3ന്റെ ഗുണിതമാണോ? അല്ല, അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 88,432 3ന്റെ ഗുണിതമല്ല, മൾട്ടിപ്പിൾ അല്ല. അടുത്ത സംഖ്യയിലേക്ക് പോകും. ഒന്നും കൂടി ചെയ്യുമ്പോൾ ക്ലിയർ ആവും. 4,535 3ന്റെ പട്ടികയിലുണ്ടോ? അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ? ഒറ്റയടിക്ക് നോക്കി നമുക്ക് മനസ്സിലാവണില്ല. കൂട്ടി നോക്കി. 4 5 കൂട്ടിയപ്പോ 9, 9 3 കൂട്ടിയപ്പോ 12, 12 5 കൂട്ടിയപ്പോ എത്രയാടോ മക്കളെ? 17 ആണ്. 12 5 കൂട്ടിയപ്പോ എത്രയാണ്? 17. 17 3ന്റെ പട്ടികയിലുണ്ടോ? അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ 17? അല്ല. അങ്ങനെയാണെങ്കിൽ 4,535 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 3ന്റെ ഗുണിതമല്ല. ഓക്കെ ആണ്. ഒന്നും കൂടി ലാസ്റ്റത്തെ കണക്ക് നോക്കിക്കോ, പക്കയാക്കിക്കോ. 1,32,843 3ന്റെ മൾട്ടിപ്പിൾ ആണോ? നോക്കുകയല്ലേ. കൂട്ടി നോക്കിയാലോ. 1 3 കൂട്ടിയപ്പോ 4, 4 കൂടെ 2 കൂട്ടിയപ്പോ 6, 6 കൂടെ 8 കൂട്ടിയപ്പോ 14, 14 കൂടെ 4 കൂട്ടിയപ്പോ 18, 18 കൂടെ 3 കൂട്ടിയപ്പോ 21. എല്ലാം കൂടി കൂട്ടിയപ്പോ എത്രയുടെ കിട്ടിയത്? 21. 21 3ന്റെ ഗുണിതമല്ലേ? എടാ 7 3 21 അല്ലേ? ആണല്ലോ. 21 3ന്റെ ഗുണിതമാണെങ്കിൽ അതിന്റെ അർത്ഥം 1,32,843 മക്കളെ 3ന്റെ എന്താണ്? ഗുണിതമാണ്. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ഒരു സംഖ്യ തന്ന് അത് 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാനുള്ള ഐഡിയ പഠിച്ചല്ലോ. റെഡിയാണ്. ഓക്കെ ആണല്ലോ.